അതിനുശേഷം ഞാൻ ആ സമയത്ത് ഒരു പൂന്തോട്ടത്തിലായിരുന്നു, നിറച്ചും റോസാപ്പൂക്കളായിരുന്നു അവിടെ. അത് എൻ്റെ കൂടെ ആരോ ഉണ്ടായിരുന്നു, പക്ഷേ ആ മുഖം എനിക്ക് വ്യക്തമായില്ല. അത് മാതാവാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അങ്ങനെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും എൻ്റെ മുഖത്ത് വെള്ളമൊക്കെ തളിച്ച് ഞാൻ എഴുന്നേറ്റു. അതിനുശേഷം എനിക്ക് വലിയ സന്തോഷമായിരുന്നു. ആ സമയം വരെ ഞാനൊന്നും കഴിച്ചിരുന്നില്ല, എന്നിട്ട് ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും എനിക്കില്ലായിരുന്നു. അത്രയും ദൂരം നടന്ന് വെയിലത്ത് പോയതിൻ്റെ യാതൊരു ക്ഷീണവും തളർച്ചയോ ഒന്നുമില്ലായിരുന്നു. പരിശുദ്ധ അമ്മ എന്നെ താങ്ങിക്കൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് നവംബർ 15-ാം തീയതി വിസ എൻ്റെ കയ്യിൽ കിട്ടി. ഇപ്പം ഞങ്ങളൊരു 4 പേര് ഒന്നിച്ച് പോകാനായിട്ടാണ് ഇരിക്കുന്നത്. അതിലൊരാളുടെ വിസയും കൂടെ വരാനുണ്ട്. അവളുടെ വിസ എന്തോ ഒരു സംതിങ് പ്രോബ്ലമായിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് ഇരുന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു ജനുവരി പോകാൻ തന്നെ, നമുക്ക് ന്യൂ ഇയറിന് പോകാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഡേറ്റ് ആയില്ല. ചോദിക്കുമ്പോൾ അവർ പറയും ഷൈമി എന്നാണ് അവളുടെ പേര്, അവളുടെ വിസയും കൂടെ വരട്ടെ, 4 പേർക്ക് ഒന്നിച്ച് പോകാമല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അവളുടെ വിസ ഇതുവരെ വന്നില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യം കേൾക്കുമ്പം അമ്മ എനിക്ക് വെളിപ്പെടുത്തി തന്നു, നീ പോയി നിനക്ക് കിട്ടിയ അനുഗ്രഹത്തിനെ മഹത്വപ്പെടുത്തണം, സാക്ഷ്യം പറയണം. അതനുസരിച്ച് ഞാൻ 2 ആഴ്ച മുമ്പ് എൻ്റെ ഉടമ്പടി പുതുക്കാൻ വന്നിരുന്നു. പക്ഷേ അന്ന് ഇവിടുത്തെ തിരക്ക് കാരണം എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അപ്പം അച്ഛൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വന്ന് സാക്ഷ്യം പറഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞാൽ ഉറച്ച് വിശ്വസിക്കുന്നു ഷൈമയുടെ വിസ ഉടനെ വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും എത്രയും പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിനുശേഷം എനിക്ക് പറയാനുള്ള എൻ്റെ മക്കൾക്ക് കിട്ടിയ 2 രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. എനിക്ക് 4 മക്കളുണ്ട്, 2 ആൺമക്കളും 2 പെൺമക്കളും ഉണ്ട്. അത് രണ്ടാമത്തവന് മൂക്കിക്കൂടെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരുമായിരുന്നു. അപ്പോൾ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ടീച്ചർമാർ പറയും ഇങ്ങനെ കുഞ്ഞിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നായിരുന്നു. അങ്ങനെ വീട്ടിൽ വെച്ചൊക്കെ 2 പ്രാവശ്യം ഉണ്ടായി. പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാനൊക്കെ പേടിയായിരുന്നു. ഞാൻ ആരോടൊന്നും പറഞ്ഞൊന്നുമില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം സായന്ന പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ എന്നും മാതാവിൻ്റെ തൈലം അവൻ്റെ മൂക്കി പുരട്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം അവനുണ്ടായിട്ടില്ല. അവനെ മാതാവ് പൂർണ്ണമായി സുഖപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ രണ്ടാമത്തെ മകൾ, അവൾക്ക് 5 വയസ്സാണുള്ളത്. അവയ്ക്ക് എപ്പോഴും ജലദോഷം, ചുമ, ഭയങ്കര പ്രശ്നമായിരുന്നു. അവളെ കൊണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ.